എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ തൈറോയ്ഡ് മരുന്ന് നിർത്തിയാൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. തൈറോയ്ഡ് ഗ്രന്ഥി അഥവാ തൈറോയ്ഡ് ഗ്ലാൻഡ് ശരീരത്തിലെ മെറ്റബോളിസം നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഗ്രന്ഥിയാണ്. ഇത് തൈറോക്സിൻ T4, ആൻറ്റിട്രയോഡോഥൈറോണിൻ T3 എന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ച് ശരീരത്തിന്റെ ഊർജ്ജ ഉത്പാദനം, ഹൃദയപ്രവർത്തനം, ശരീര താപനില, പ്രജനനക്ഷമത, മസ്തിഷ്ക പ്രവർത്തനം എന്നിവയെ നിയന്ത്രിക്കുന്നു. ചിലരിൽ ഹൈപ്പോതൈറോയിഡിസം അഥവാ തൈറോയ്ഡ് ഹോർമോൺ കുറവ് ഉള്ളതിനാൽ ലെവോതൈറോക്സിൻ പോലുള്ള മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട്. നിങ്ങൾ തൈറോയ്ഡ് മരുന്ന് പെട്ടെന്ന് നിർത്തിയാൽ ശരീരത്തിൽ ഹോർമോൺ അളവ് ക്രമേണ കുറയുകയും അതിന്റെ ദോഷഫലങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങുകയും ചെയ്യും. ആദ്യം മാറ്റങ്ങൾ വ്യക്തമായി കാണില്ല, കാരണം ഹോർമോൺ ശരീരത്തിൽ കുറച്ച് ദിവസങ്ങൾ വരെ നിലനിൽക്കും. എന്നാൽ ചില ആഴ്ചകൾക്കുള്ളിൽ അലസത, ഭാരം കൂടുക, മലക്കടപ്പ്, തണുപ്പ് സഹിക്കാനാകാത്ത അവസ്ഥ, ഉണങ്ങിയ ചർമ്മം, മുടി കൊഴിഞ്ഞുപോകൽ, ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. ദീർഘകാലത്തേക്ക് മരുന്ന് ഉപയോഗിക്കുന്നത് നിർത്തിയാൽ ഇത് ഹൃദയ പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദക്കുറവ്, ഹൃദയമിടിപ്പ് മന്ദഗതിയിലാകൽ, ബ്രാഡികാർഡിയ, മുഖം വീർക്കുന്നത്, വിക്സിതമ, ശബ്ദമാറ്റങ്ങൾ, കഴുത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകൽ അഥവാ ഗോയിറ്റർ തുടങ്ങിയ ഗുരുതരമായ അവസ്ഥകൾക്ക് കാരണമാകാം. സ്ത്രീകളിൽ മാസവാരാനുസൃത ക്രമക്കേട്, വന്ധ്യത എന്നിവയും ഉണ്ടാകാം. ഏറ്റവും ഗുരുതരമായ അവസ്ഥ മിക്സിതമ കോമ എന്നതാണ്. ഇത് ശരീര താപനില കുറയൽ, ശ്വാസമുട്ടൽ, മനസ്സിന്റെ മങ്ങിയാവസ്ഥ, അസൗഖ്യം എന്നിവയ്ക്കിടയാക്കും. ഇതൊരു അത്യാവശ്യ മെഡിക്കൽ അവസ്ഥ ആയതിനാൽ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകേണ്ടതുണ്ട്. തൈറോയ്ഡ് മരുന്ന് വീണ്ടും തുടങ്ങുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ പെട്ടെന്ന് ഉന്നത ഡോസ് കഴിക്കരുത്, കാരണം ഇത് ഹൃദയമിടിപ്പിൽ അനിയന്ത്രിതമായ മാറ്റങ്ങൾ അഥവാ അറിത്മിയ, പൽപിറ്റേഷൻസ് ഉണ്ടാക്കാം. മരുന്ന് നിർത്തേണ്ടതോ ഡോസ് മാറ്റേണ്ടതോ ആണെങ്കിൽ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം ചെയ്യുക. തൈറോയ്ഡ് പ്രവർത്തനം ശരിയായി നിയന്ത്രിക്കാൻ റെഗുലർ ബ്ലഡ് ടെസ്റ്റുകൾ TSH, T3, T4 നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഉപസംഹാരം: തൈറോയ്ഡ് മരുന്ന് ഒരിക്കലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ നിർത്തരുത്. കൃത്യമായ മരുന്ന് ഉപയോഗവും ശരിയായ ചികിത്സയും ഉണ്ടെങ്കിൽ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങളെ നന്നായി നിയന്ത്രിക്കാനാകും. ഈ വീഡിയോ കണ്ടതിന് നന്ദി.